ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇൻട്രോഗേറ്റ് ചെയ്യാൻ നമ്മുടെ ക്യാമ്പിൽ തന്നെ അല്ലേ സൂക്ഷിച്ചിരിക്കുന്നത്? അതെ സർ. ആ സ്ഥലം അത്ര സേഫ് അല്ല. അവിടെ ഒരു അറ്റാക്കിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാളെ ഇന്ന് തന്നെ അവിടെ നിന്ന് മാറ്റണം. ഓക്കെ സർ, ഇന്ന് തന്നെ മാറ്റാം. പിന്നെ ഇന്നലെ ദുർഗമോളെ കിരൺ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അപ്പൊ തന്നെ അതിനുള്ള മറുപടിയും കിട്ടി. അത് അവിടെ വിട്ടുകളയേണ്ട കാര്യമല്ലേ ഉള്ളൂ. ദേ ഇങ്ങോട്ട് നോക്ക്. ആവശ്യമില്ലാതെ പെണ്ണുങ്ങളെ ചൊറിയരുത്. അതിപ്പോ ഭാര്യയായാലും കാമുകിയായാലും കൂട്ടുകാരിയായാലും മേലുദ്യോഗസ്ഥയായാലും ഒരുപോലെ തന്നെയാണ്. നമ്മൾ നിയന്ത്രിക്കുന്നു എന്ന് തോന്നിയ അവർ കറിയും കൊടുക്കും. ഇതൊക്കെ ഒരു നാക്കിൽ ഡീൽ ചെയ്യണം. ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തോണ്ടാണ് കിരണിനൊന്നും മനസ്സിലാവാത്തത്. കെട്ടിക്കഴിയുമ്പോ അറിയാം ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എന്തൊരു പാടാണെന്ന്. അടുത്തില്ലായിരുന്നിട്ട് പോലും ഈ ഫോണിൽ പോലും എനിക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് കിരണിന്റെ ഒരു സൗന്ദര്യ പിണക്ക്. ഇങ്ങോട്ട് നോക്ക്. ഈ മസിൽ പിടുത്തൊക്കെ അങ്ങ് വിട്. കഴിഞ്ഞതൊക്കെ അങ്ങ് മറക്ക്. എന്നിട്ട് പഴയതുപോലെ ആവാൻ നോക്ക്. അല്ലെങ്കിൽ ഒരു സുഖമില്ല. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. ഈ എസ്പോസ് എന്ന് പറയുന്നില്ലേ, അത് ഭയങ്കര ബോറ. അതൊന്ന് നിർത്തി തരാവോ? എനിക്ക് വലിയ ഉപകാരമായിരിക്കും. ഞാൻ പോയി ദുർഗമോളെ വിളിച്ചോണ്ട് വരും. എല്ലാം പറഞ്ഞ് സെറ്റാക്കണം. എന്ത്? വേണ്ട, ഇനി ഇങ്ങനെ മതി. അതാ നല്ലത്. ഞാൻ പറഞ്ഞതൊന്നും ഈ ചെറുക്കന് മനസ്സിലായില്ലേ? ഛേ, രണ്ടുപേരും പ്രശ്നമൊക്കെ പറഞ്ഞ് തീർത്തല്ലോ. ഇനി ഞങ്ങക്ക് സമാധാനം കിട്ടല്ലോ. പൊടി എന്റെ പൃഥ്വി, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സ്വയം കിട്ടാത്തത് എനിക്കാ. ഷോപ്പിലെ സംഭവത്തിന് ശേഷം ദേ ഈ നിമിഷം വരെ ഇവൾ ഓരോന്നും ചിന്തിച്ചുകൂട്ടി എന്റെ ചെവി തിന്നായിരുന്നു. ഇപ്പൊ വന്നതിനും ഇവളോട് സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കിയതിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയെങ്കിലും ഞങ്ങക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അശ്വിമോൾക്ക് ഇത്രയും വിഷമമായത് പൃഥ്വിയോടുള്ള സ്നേഹം കൊണ്ടാ. നമ്മൾ സ്നേഹിക്കുന്നവർ ഒരു ചെറിയ തെറ്റ് നമ്മളോട് ചെയ്താലും നമുക്ക് അത് സഹിക്കാൻ പറ്റില്ല. അത് ശരിയാ ആന്റി പറഞ്ഞത്. ശത്രുക്കൾ എന്തെങ്കിലും ചെയ്താൽ അത് ശത്രുത കൊണ്ടാണെന്ന് കരുതി സമാധാനിക്കാം. സ്നേഹിക്കുന്നവരെ വേദനിപ്പിച്ചാ അത് സഹിക്കാൻ പറ്റില്ല. തിരിച്ച് നമുക്ക് അവരെ വേദനിപ്പിക്കാനും പറ്റില്ല. അതെ, എന്തായാലും ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിച്ചല്ലോ. ഇനി അതിന്റെ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയണ്ട. ജീവിതത്തിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സാധാരണ. ഓരോ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒരുമിച്ച് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും എന്നതിലാണ് ജീവിതത്തിന്റെ വിജയം ഇരിക്കുന്നത്. ലോകവിവരം ഒരുപാടുള്ള ആളാണ് പൃഥ്വി. അതുകൊണ്ട് നമ്മൾ വെറുതെ ഉപദേശിച്ച് പൃഥ്വിയെ ബോറടിപ്പിക്കണ്ട. അയ്യോ, ഒരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെ നന്നായി ഡീൽ ചെയ്യണമെന്ന് പൃഥ്വി ഇപ്പൊ ചെയ്തത് കണ്ടില്ലേ? അത് ശരിയാ. ഇത്രയും നേരം കരഞ്ഞു കൂവി നടന്ന പെണ്ണിന്റെ മുഖം ഇപ്പൊ തെളിഞ്ഞു കണ്ടില്ലേ? ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഹലോ, നീ ഇത് എവിടെയാ? ഞാൻ ഇവിടെ വൈഫ് ഹൗസ് വരെ വന്നിരിക്കുക. നീ ഇങ്ങനെ നടന്നോ? ആ സ്റ്റീഫനെ പോലീസ് കൊണ്ടുപോയിട്ട് നീ എന്തെങ്കിലും ചെയ്തോ? അവൻ എന്തെങ്കിലും പറഞ്ഞ അതോടെ തീരുവല്ല. നമ്മളെ കൊണ്ട് സാധിക്കുന്ന എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാൽ നമുക്ക് അവനെ രക്ഷിക്കാം. എത്രയും പെട്ടെന്ന് അവനെ എവിടെയാണ് പോലീസ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അതറിഞ്ഞാ പിന്നെ ഒന്നും നോക്കണ്ട. എത്ര പേര് മരിച്ചു വീഴേണ്ടി വന്നാലും സ്റ്റീഫനെ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കണം. ഓക്കെ, ശരി. ഒരു ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചതാ. ഞാൻ എന്നാ ഇറങ്ങിക്കോട്ടെ. അശി, ഇറങ്ങട്ടെ. ചെന്നിട്ട് സമയം കിട്ടുമ്പോ വിളിക്കണം. വിളിക്കാം. ശരി. നിന്റെ പേര് സ്റ്റീഫൻ എന്നല്ലേ? ആശുപത്രിയിൽ 5 പേരെ കൊണ്ടുവന്നതും അവരെ കൊന്നതും നീയാണെന്നാണ് സാറുമാര് പറയുന്നത്. ഉള്ളത് തന്നെടാ. പറയടാ അങ്ങോട്ടോ.
ഡേയ് നീ ഉള്ള കാര്യം എൻ്റെ അടുത്ത് പറ. നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ സാറിനടുത്ത് പറയാം. നീ വെറുതെ ഇവരെ ബുദ്ധിമുട്ടിച്ച ജീവിതകാലം മുഴുവൻ നീ ജയിലിൽ കിടക്കേണ്ടി വരും. എനിക്ക് തോന്നിയില്ല. നിനക്കൊന്നും അറിയില്ല അല്ലേടാ? അപ്പൊ നീ ഒന്നും പറയില്ലല്ലേ അല്ലടാ? നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായ അറിവും അതിന്റെ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. പാവപ്പെട്ട മനുഷ്യരെ കൊന്ന് അവരുടെ അവയവങ്ങൾ വലിയ വിലയ്ക്ക് വിദേശങ്ങളിൽ വിൽക്കുന്ന ക്രൂരന്മാരായ ക്രിമിനലുകളാണ് നിങ്ങൾ. നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന ആള് ആരാണ് നിങ്ങളുടെ ബോസ്? അയാളെയാണ് എനിക്ക് വേണ്ടത്. മേനോൻ എവിടെയുണ്ട്? ആരാണ് എക്സ്? നീ പോലീസുകാരെ താങ്ക്സ് കിരൺ. ഇറ്റ്സ് ഓക്കെ ബോസ്. ഇത്രയും പേരോടെ നിക്കലടാ, നീ പപ്പടം പോലെ പൊടിയിലടാ. ഇവരൊന്നും പറയില്ല. കുറച്ച് മെഡിസിൻ കൊടുത്താലോ? പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എടുക്ക്. ആ ആ ആംബുലൻസ് ഡ്രൈവർ എവിടെ കിടക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ്. ആ ശരി. കിരൺ, ഇവൻ ഇങ്ങനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. ഇവൻ സത്യം പറയുമെന്ന് തോന്നുന്നില്ല. നീ എത്രയൊക്കെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലും ഞങ്ങള് നിന്നെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ടേ വിടും. സത്യം പറയടാ. എന്റെ ഉടായ്പൊന്നും ഇവിടെ ഇറക്കണ്ട. ജെഡി, നമ്മുടെ കസ്റ്റഡിയിലുള്ള ആംബുലൻസ് ഡ്രൈവറെ ഇൻട്രോഗേറ്റ് ചെയ്യാൻ നമ്മുടെ ക്യാമ്പിൽ തന്നെ അല്ലേ സൂക്ഷിച്ചിരിക്കുന്നത്? അതെ സർ. ആ സ്ഥലം അത്ര സേഫ് അല്ല. അവിടെ ഒരു അറ്റാക്കിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാളെ ഇന്ന് തന്നെ അവിടെ നിന്ന് മാറ്റണം. ഓക്കെ സർ, ഇന്ന് തന്നെ മാറ്റാം. പിന്നെ സിറ്റി ലിമിറ്റിലെ ആംബുലൻസ് ഡ്രൈവേഴ്സ് ആരെങ്കിലും ഈ ബെൽറ്റിൽ ഉണ്ടോ എന്നറിയാൻ ഇന്റലിജൻസ് ടീം സെർച്ച് തുടങ്ങിയിട്ടുണ്ട്. പൊതുവെ ആംബുലൻസ് ഓടിക്കുന്നവർ നല്ല മനുഷ്യരാണ് സർ. അവരെ രക്ഷിക്കുന്നത് മനുഷ്യജീവനാണെന്ന ബോധ്യം ഓരോ ആംബുലൻസ് ഡ്രൈവർക്കും ഉണ്ട്. യെസ്, യു ആർ റൈറ്റ്. ബട്ട് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഓരോ എക്സെപ്ഷൻസ്. അതിലൊരുത്തനാ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. സർ, അവനെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് കണ്ടെത്തണം. സർ.